നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ന് റയൽ മാഡ്രിഡ് ഇറങ്ങി. ഗ്രൂപ്പ് സ്റ്റേജ് എന്നല്ല, ഇപ്പോൾ ലീഗ് ഘട്ടം എന്നാണ് പറയുക. ലീഗ് ഘട്ടത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇന്ന് തോറ്റാൽ റയലിൻ്റെ ഇത്തവണത്തെ UCL മോഹങ്ങൾക്കൊരു പരിധിവരെ അത് വലിയ വിഘാതം സൃഷ്ടിക്കും. കാർലോ ആഞ്ചലോട്ടി അതുകൊണ്ടാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ഈ സീസണിലെ ഏറ്റവും ടഫായ മത്സരങ്ങളിൽ ഒന്നാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്ന്. അറ്റലാൻ്റയുടെ മൈതാനത്താണ് കളി എന്നുള്ളതും ഒരു വലിയ പ്രതിബന്ധം തന്നെയാണ്. കാരണം അറ്റലാൻ്റ ഈ സീസണിൽ അവരുടെ മൈതാനത്ത് ഒരേ ഒരു കളിയേ തോറ്റിട്ടുള്ളൂ. അത് സിരിയയിലെ മത്സരമാണ്. കോമോക്കെതിരെ സെപ്റ്റംബറിലാണ് തോറ്റത്. അന്ന് മുൻ റയൽ മാഡ്രിഡ് താരം നിക്കോപാസിൻ്റെ അസിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ മത്സരമല്ലാതെ മറ്റൊന്നും അവർ സ്വന്തം മൈതാനത്ത് ഈ സീസണിൽ തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി അറിയുക. ആ അറ്റലാൻ്റയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് എററുകൾ തീരെ കുറച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ള നിർബന്ധമാണ് വിജയിച്ച് കയറണമെങ്കിൽ. നമുക്ക് അറ്റലാൻ്റ ഇപ്പോൾ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 കളികളിൽ നിന്ന് 3 വിജയവും 2 സമനിലകളും, ഒരു കളിയും തോറ്റിട്ടില്ല. അവർ 11 പോയിൻ്റോടെ 5-ാം സ്ഥാനത്താണെങ്കിൽ റയൽ എത്രാമതാ? 24-ാം സ്ഥാനത്താണ്. 5 കളികൾ 2 വിജയം 3 തോൽവികൾ, അങ്ങനെ 6 പോയിൻ്റോടെ റയൽ 24-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇന്ന് വിജയിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നർത്ഥം. കാരണം റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ട് അവസരം ലഭിച്ചില്ലെങ്കിലും പ്ലേ ഓഫ് എങ്കിലും കളിക്കണമെങ്കിൽ 24-ാം സ്ഥാനമെങ്കിലും വേണം. അവിടെ നിന്ന് താഴേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായാൽ അത് വലിയ ദുരന്തമായിരിക്കും. ഇന്നത്തെ മത്സരത്തിന് വിനി ജൂനിയർ അടക്കമുള്ളവർ റെഡിയാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ പക്ഷേ ആഞ്ചലോട്ടി പറഞ്ഞത് ബെല്ലിംഗാമിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ വിനി, റോഡ്രിഗോ എന്നിവരുടെ കാര്യത്തിലാണ് ചെറിയ സംശയങ്ങളുള്ളത്. അത് അവരെങ്ങനെ ട്രെയിനിങ് നടത്തും എന്നത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ട്രെയിനിങ്ങിന് ശേഷം സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അവർ 2 പേരും കളിക്കും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയിങ് 11 ആരൊക്കെ ഉണ്ടാകുമോ? സ്പാനിഷ് മാധ്യമം ഡിയാരിയോ എസ് നൽകുന്ന ഒരു പ്രോബബിൾ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ, ഡിഫൻസിൽ ലൂക്കാസ് വാസ്കസ്, ഷുവാമനി, റൂഡിയർ, ഫ്രാൻ ഗാർഷ്യ എന്നിവർ, മധ്യനിരയിൽ ബെല്ലിംഗാം, വാൽവർദെ, മോഡ്രിച്ച്, പിന്നെ ഗ്യൂളർ ഓർ സെബയോസ്, 2-ൽ ഒരാൾ ഇറങ്ങാൻ സാധ്യത. മുന്നേറ്റത്തിൽ എംബാപ്പയ്ക്കൊപ്പം വിനി ജൂനിയർ ഓർ റോഡ്രിഗോ. ഈ രൂപത്തിലുള്ള ഒരു 11 കൊണ്ട് ഇറങ്ങും എന്നാണ് ഇപ്പം ഡിയാരിയോ എസ് പറയുന്നത്. ഏതായാലും എന്താണ് ആഞ്ചലോട്ടി കണ്ടിരിക്കുന്ന തന്ത്രം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇന്ന് തകർപ്പൻ പോരാട്ടമാണ്, അവർക്ക് വിജയിച്ചേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.